അതിന്റെ 10ാമത്തെ വാക്യം വായിക്കും. മത്തായി സുവിശേഷം 11-ാം അധ്യായം 10ാമത്തെ വാക്യം. ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. ഒരു നിമിഷം കൂടെ ശിരസ്സുകളെ നമിക്കാം. ദൈവം എല്ലാ തരങ്ങളും തുറന്ന് ദൈവത്തിന് നന്ദി പറയാം. ഒരാഴ്ച വട്ടം ദൈവം നമ്മെ അതിശയകരമായി നടത്തി. ഞാൻ നിനക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കുമെന്നും കർത്താവായ ദൈവം അരുളി ചെയ്ത വാഗ്ദത്തം നിവർത്തിപ്പാൻ സ്നാപക യോഹന്നാനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചതുപോലെ ഇന്നലകൾ നമ്മോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുവാൻ എല്ലാ വായികളും തുറന്ന് ചില നിമിഷങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ആരും എനിക്ക് തന്നെ അയക്കുന്ന ദിവസമായി ഇന്ന് പകൽക്കാലം കുളക്കരവിൽ ആർത്തിയോടെ കാത്തിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുമ്പോൾ അനേകർ വിടുവിക്കപ്പെടുന്നത് പോലെ ഹല്ലേലൂയ, ആദ്യം ഇറങ്ങുവാൻ ഒരുക്കത്തോടെ ഇരിക്കുന്നവരെ ഇന്ന് പകൽക്കാലം വിടുവിപ്പാൻ എന്റെ ദൈവം സർവശക്തനാണ്. ആ കർത്താവിന്റെ കരം നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഈ ഉപവാസത്തിന്റെ 3ാമത് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സകല ഇടർച്ചകളും മാറിപ്പോകട്ടെ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ വചനം ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം ഹൃദയങ്ങളെ കുരുടാക്കുന്ന സകല ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ആത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ, ദൈവത്തിന്റെ മഹത്വം കൊടുക്കുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. തുറക്കപ്പെട്ട അധരങ്ങളെ ദൈവത്തിന്റെ കരം തൊടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് അധരം തുറന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ആരാധന വിരുദ്ധമായി വ്യാപരിക്കുന്ന സകല ദർശകള് പോരിന്റെ ആയുധങ്ങള് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ആത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുവാൻ നിർജീവത്വം മാറട്ടെ. ആത്മാവിന്റെ പുഷ്ടി വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ പുഷ്ടി വെളിപ്പെടട്ടെ. ആത്മശക്തിയോടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ നല്ല വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് കൃത്യമായി സംസാരിക്കുക, ഇടപെടുകയും ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യോഹന്നാനെ കുറിച്ച് കർത്താവ് പറഞ്ഞ സാക്ഷ്യം. 4ാം വാക്യം മുതൽ വായിക്കാം. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിക്കുന്നു. യേശു കർത്താവിനെ കുറിച്ച് ഒരു സംശയം യോഹന്നാന്റെ ഹൃദയത്തിനകത്ത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംശയങ്ങൾ ഉത്ഭവിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് എന്തായി? ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിടുതൽ വരുന്നുണ്ടോ? ഞാൻ ഉപവസിച്ചാൽ എനിക്ക് മറുപടി തരുമോ? യേശുവിനെ കുറിച്ച് യോഹന്നാൻ യേശു ജനിക്കുന്നതിനും 6 മാസത്തിനു മുമ്പ് ഭൂമിയിൽ ജനിച്ച വ്യക്തിയാണ്. തന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടവനാണ്. യേശു കർത്താവ് കടന്നു പോകുമ്പോൾ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് സാക്ഷ്യം പറഞ്ഞവനാണ് യോഹന്നാൻ. താൻ സ്നാനം കഴിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആളത്വമായി ഇറങ്ങി വരികയും ഇവനെന്റെ പ്രിയപുത്രനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിലെ അരുളപ്പാട് തന്റെ ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്ത യോഹന്നാന് അവന്റെ ഹൃദയത്തിനകത്തൊരു അവിശ്വാസം വന്നിരിക്കുന്നു. 2ാം വാക്യം വായിക്കാം. യോഹന്നാൻ കാരാഗൃഹത്തിൽ വച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ?
ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവരോട് ചോദിച്ചു. ഇവിടെ വരുവാനുള്ളവൻ നീയാണോ, ഇനി ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന സംശയത്തിന്റെ വിത്ത് യോഹന്നാന്റെ അകത്ത് വന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ സംശയം മാറിയെങ്കിലേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. വിശ്വാസം വർദ്ധിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടും മണ്ണിനോടുമല്ല, ജീവനുള്ള ദൈവത്തോടാണെന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. നമ്മുടെ ദൈവം ആരെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒരല്പം പോലും അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഓരോ ദിവസവും ആവശ്യമായിരിക്കും തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഞരക്കങ്ങളെ പോലും ഒപ്പിയെടുക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടോ? ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ മൗനമായിരിക്കരുത്. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. യോഹന്നാനിൽ അത് യേശുവിനെ കുറിച്ച് പറയുന്നത്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാണ്, അവന്റെ ചെരുപ്പിന്റെ മാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. അവന്റെ ചെരുപ്പ് ചുവപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് യോഹന്നാൻ സാക്ഷിക്കുന്നു. അതേ യോഹന്നാന്റെ അകത്ത് ഒരു സംശയത്തിന്റെ വിത്ത് വീഴുന്നതായിട്ട് കാണുന്നു. ഇവിടെ കർത്താവിനെ കുറിച്ച് കേൾക്കുകയും കേൾക്കുന്ന കാര്യങ്ങൾ അത് യോഹന്നാൻ തടവറയിലായിരുന്നു കേട്ടിട്ട് പറയുകയാ. എന്ന് പറഞ്ഞാൽ തടവറയിൽ യോഹന്നാൻ പിന്നെ പുറത്ത് വന്നിട്ടില്ല, അവന്റെ ശിരസ് ഛേദിക്കുകയാണ്. യോഹന്നാന്റെ മരണത്തിന്റെ മുമ്പേ ഒരു അവിശ്വാസം യേശുവിനെ കുറിച്ച് വന്നു. ഇന്നും നമ്മുടെ ജീവിതത്തില് അവിശ്വാസമുണ്ടെങ്കിൽ അതിന് പിഴുതു വേരോടെ പുറത്തു കളയണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ ഒരു ഉറപ്പാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇത്രയും ദിവസം പോയി ആലയത്തിൽ ഉപവസിച്ചല്ലോ, ഇനിയിപ്പോ മാസത്തിൽ 3 ദിവസം ഉപവാസം പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത്രയും നാൾ പോയിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മീയത്തിൽ എവിടെയൊക്കെ കരട് പിടിച്ചു, എവിടെയൊക്കെ തുരുമ്പ് പിടിച്ചു. ഇന്ന് പകൽക്കാലം അതിന് മൂർച്ച ഉണ്ടാകണം. ആ തുരുമ്പിനെല്ലാം തേച്ച് മായിച്ച് മിനുസമാക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എവിടെയോ വന്നുപോയ കറുത്ത പുള്ളികൾ മാറി ആത്മശക്തിയാൽ നിറയപ്പെടണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുകയുള്ളൂ. യേശു കർത്താവിന്റെ അടുക്കൽ വന്നവരോട് കർത്താവ് പറയുന്നു, കുരുടർ കാണുന്നു, മുടന്തർ അത് നടക്കുന്നു, ചെവിടർ കേൾക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു എന്നിങ്ങനെ പോയി നിങ്ങൾ യോഹന്നാനോട് അറിയിക്കുവാനായിട്ട് പറയുകയാണ്. യേശുവിന്റെ വാക്കുകൾ അത് യോഹന്നാന്റെ ശിഷ്യന്മാർ പോയ ശേഷം യേശു പറയുന്ന വാക്കുകൾ 7-ാം വാക്യം വായിക്കാം. അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണാൻ പോയി? മാധവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാധവ വസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിലല്ലോ. അല്ല, എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാനെ കുറിച്ച് കർത്താവ് പറയുന്നത് അവൻ പ്രവാചകനിലും മികച്ചവനാണ്, ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനാണെന്ന് യേശു യോഹന്നാനെ കുറിച്ച് പറയുന്നു. പിന്നെ എന്തുകൊണ്ട് അവന്റെ മേൽ അത് യേശു ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കാണുവാൻ പോയി? 6-ാം വാക്യം വായിക്കാൻ മറുപടി അവിടെ കാണാം. എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം യേശുവിങ്കൽ ഇടറിപ്പോകരുത്, യേശുവിന്റെ പ്രവൃത്തിയിൽ അവിശ്വസിക്കരുത്. അത് ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു ദൈവവേദനു വേണ്ടി സകലതും നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ സമയത്തിനായി നമ്മൾ കാത്തിരിക്കും. 1 പത്രോസ് 5:6 പറയുന്നു, അവൻ തക്ക സമയം നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ.
ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവസന്നിധി താണിരിപ്പാൻ ഒരു മനസ്സ് ഉണ്ടാകണം. അതുകൊണ്ട് അവിശ്വാസം വന്ന കർത്താവിന്റെ സന്നിധി ഇടറിപ്പോയ യോഹന്നാനെ കുറിച്ച് 11-ാം വാക്യം വായിക്കാം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. യേശു കർത്താവ് യോഹന്നാനെ കുറിച്ച് പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രകാരം ജനിച്ചവൻ 6-ാം മാസത്തിൽ കൊടുത്ത് ഭക്ഷിച്ചവൻ രാജാവിനെതിരെ രാജാവിന്റെ കുറ്റങ്ങളെ ഓർപ്പിക്കുവാൻ, രാജാവ് കൊട്ടാരത്തിനെതിരെ ദൂത് പറയുവാൻ നിയോഗിച്ചയച്ചവൻ, യേശുവിനെ ദൈവത്തിനായ കർത്താവിനെ സ്നാനപ്പെടുത്തുവാൻ നിയോഗം ലഭിച്ചവൻ. അതേ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റില്ല. അടുത്ത ഭാഗം, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമുക്ക് നൽകുന്ന പദവിയെ ഓർത്ത് യേശു പറയുന്നു, യോഹന്നാൻ സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാൻ വലിയവൻ ആരുമില്ല. പക്ഷെ അവൻ എന്റെ സന്നിധിയിൽ ഇടറിപ്പോയത് കൊണ്ട്, എന്നെ അവിശ്വസിച്ചത് കൊണ്ട് ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. യോഹന്നാൻ സ്നാപകന് അതേ ഇത്രമാത്രം ക്വാളിറ്റി ഉണ്ടായിട്ട് കർത്താവ് പറയുന്നു, ദൈവരാജ്യത്തിൽ അവന് പ്രവേശനം അവൻ തന്നെയാണ് ഇല്ലാതെയാക്കിയത്. അങ്ങനെയാണെങ്കിൽ എന്റെയും നിങ്ങളെയും നാം നമ്മോട് ചോദിക്കണം, എനിക്ക് ദൈവരാജ്യത്തിൽ എത്താൻ കഴിയുമോ? ഞാൻ എവിടെയെങ്കിലും അവിശ്വസിച്ചു പോയോ? കർത്താവിന്റെ സന്നിധി ഇടറിപ്പോയോ? കർത്താവിന് വിരുദ്ധമായി, കർത്താവിന്റെ ഹിതത്തിന് വിരുദ്ധമായി ഒരു വാക്കെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ കർത്തൃമേശയുടെ അടുക്കലേക്ക് വരുന്നതിന് മുമ്പേ നമ്മളതെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച പ്രാഗൽഭ്യത്തോടെ വേണം കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുവാൻ. യോഹന്നാനെ കുറിച്ച് കർത്താവ് ഒരുപാട് നല്ല സാക്ഷ്യങ്ങൾ പറയുന്നു. പ്രവാചകന്മാരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠനാണവൻ. പക്ഷേ ദൈവരാജ്യ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയ. അവിടെ അവൻ താഴ്ത്തപ്പെടുകയാണ്. ഈ ഭൂമിയിൽ ഒരുപാട് ഉന്നതികളും അതേ പ്രശസ്തികളും ഉണ്ടെങ്കിലും ദൈവരാജ്യത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഓടിയതും അധ്വാനിച്ചതെല്ലാം വെറുതെയാണ്. നമുക്ക് ഈ ലോകത്തില് അതെ നമ്മളായിരിക്കുമ്പോൾ അവ ഉറപ്പാക്കണം. ഒരിക്കൽ മോശ പറഞ്ഞു, ഈ ജനത്തോട് നീ ക്ഷമിക്കണം, ഇല്ല എങ്കിൽ നിന്റെ പുസ്തകത്തിൽ എഴുതിയ എന്റെ പേര് നീ വായിച്ചു കളയണമെന്ന്. അപ്പൊ കർത്താവിന്റെ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരുണ്ടെന്നുള്ള ഉറപ്പ് മോശയ്ക്ക് ലഭിച്ചതുപോലെ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് ഉറപ്പില്ല എങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകലരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ നമുക്ക് തീപ്പൊയ്കയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ കഷ്ടവും ശോധനയും ഈ നിന്ദയും പരിഹാസവും ഏൽക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെയോ നമുക്കൊരു നിത്യമായ സന്തോഷമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-ാമത് വാക്യം വായിക്കുമ്പോൾ, മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാമത് വാക്യം, വഴിപാട് പുരാതന കാലത്ത് എന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിൽ എന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. യഹൂദയുടെയും യെരൂശലേമിന്റെയും വഴിപാട് ദൈവത്തിന് പ്രസാദകരമായിരുന്നു. അപ്പൊ എന്റെ വഴിപാട് ദൈവത്തിന് പ്രസാദകരമായിരിക്കുമോ? ഞാൻ ദൈവത്തിന് പ്രസാദകരമായിരിക്കുമോ? എന്നെ തന്നെ കർത്താവിനായി കൊടുക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഭൗതികമായ സമ്പത്ത് കൊടുത്ത് നമ്മൾ തൃപ്തി പ്രാപിക്കാതെ കർത്താവ് പറയും, നിന്റെ ഹൃദയം എനിക്കതാ, ഞാൻ അതിലേക്കൊന്ന് വസിക്കട്ടെ. വെളിപ്പാട് 3:20 പറയുന്നു, ഞാൻ ഹൃദയവാതിൽക്ക് നിന്ന് മുട്ടുന്നു,
ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയവാതിൽ ഒന്ന് തുറന്നു കൊടുക്കുവാൻ, കർത്താവിനെ ഉള്ളതുപോലെ സ്വീകരിപ്പാൻ, കർത്താവിന്റെ പ്രവൃത്തികളിൽ വിശ്വസിപ്പാൻ, എനിക്ക് വേണ്ടി സകലം നന്നായി ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ ഒരു ദൈവവേദന കഴിഞ്ഞാൽ നാം നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഒരുക്കമാണ്. അതെ, ഈ പഴയ നിയമത്തില് പ്രവാചകന്മാരുടെ പുരോഹിതന്മാരുടെ യാഗങ്ങൾ ദൈവം പ്രസാദിച്ചെങ്കിൽ അത് പണ്ടത്തെ ആണ്ടുകളിലെ പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. നമ്മുടെ വഴിപാട് ദൈവത്തിന് പ്രസാദകരമായിരിക്കണമെങ്കിൽ നാം ചില ക്രമീകരണങ്ങൾ വരുത്തണം. എന്റെ 3:1 വായിക്കാം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിനെ ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്നെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? ആ ദൈവത്തിന്റെ ദിവസത്തെ ആർക്കാണ് സഹിക്കാൻ കഴിയുന്നത്? നമ്മുടെ വഴിപാട് ദൈവം അംഗീകരിക്കണമെങ്കിൽ നിയമദൂതൻ നമ്മുടെ അടുക്കൽ വരും. ആ ദിവസം നമുക്ക് സന്തോഷമായി മാറണം. അടുത്ത ഭാഗം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും പൊന്ന് ഊതിക്കഴിച്ച് അതിന്റെ അഴുക്ക് കളയുന്നത് പോലെ നമ്മെ ശുദ്ധീകരിക്കുവാനാണ് കർത്താവിന്റെ വരവിന് മുന്നോടിയായി ഈ നീറ്റുനോവിന്റെ അനുഭവം. പിന്നെയോ അലക്കുകാരന്റെ ചാരവെള്ളത്തിൽ തുണി മുക്കി വെച്ച് ആ ഏത് കറയും കളയുന്നത് പോലെ നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് ഈ ഈറ്റുനോവിന്റെ അനുഭവം. കർത്താവിന്റെ മധ്യാകാശ വരവിന് മുമ്പായി നടക്കുന്ന ഈറ്റുനോവിന്റെ അനുഭവമാണ് ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഭാഗം. ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും അതേ ലേവി ഗോത്രത്തിനാണ് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു പുതിയ നിയമസഭയ്ക്ക് ഈ കർത്താവിനെ സത്യത്തിനും ആത്മാവിനും ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ച നമ്മളോട് കർത്താവ് പറയുന്നു, അതേ വെള്ളിയെ പോലെയും പൊന്നിനെ പോലെയും എന്നെയും നിങ്ങളെ ദൈവം ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരണം കൂടാതെ നമ്മുടെ യാഗം ദൈവത്തിന് പ്രസാദകരമായിരിക്കയില്ല. നമ്മുടെ യാഗം ദൈവത്തിന് പ്രസാദകരമായിരിക്കണമോ? ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. നാം കഴിക്കുന്ന വഴിപാട് നീതിയാണെങ്കിൽ നാം നമ്മെ നിർമ്മലീകരിക്കുവാൻ നമ്മൾ വിധേയപ്പെട്ടു കൊടുത്താൽ ഓരോ കർത്തൃമേശയ്ക്ക് നമ്മൾ പറയുന്ന സാക്ഷ്യവാചകമുണ്ട്, ഞാൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ നിർമ്മല മനസാക്ഷിയോടെ ഈ കർത്തൃമേശയിലേക്ക് അടുത്തു വരുന്നു. മനുഷ്യൻ പുറമേയുള്ളത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നിർമ്മലീകരിക്കുന്ന, ഹൃദയത്തെ ശോധന കഴിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് അതേ മധ്യാകാശത്തിൽ തന്റെ ജനത്തെ ചേർക്കാൻ വരുന്നതിന് മുമ്പ് വെള്ളി ഊതി കഴിക്കുന്നവനെ പോലെ, അലക്കുകാരന്റെ ചാരവെള്ളത്തിൽ തുണി വൃത്തിയാക്കുന്നത് പോലെ ലേവി കുടുംബത്തെ കർത്താവ് വെള്ളിയെ പോലെയും പൊന്നിനെ പോലെയും ശോധന കഴിച്ച നിർമ്മലീകരിക്കും. അങ്ങനെ നിർമ്മലീകരിക്കുന്ന ഒരു ദൈവവേദന്റെ പ്രാർത്ഥനയ്ക്കാണ് മറുപടി തരുന്നത്. ഈ പകൽക്കാലം എന്തിനായി മാസത്തിൽ 3 ദിവസം ഉപവാസം വച്ചിരിക്കുന്നത്? മറ്റൊരു പണിയുമില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ബദ്ധപ്പാടുകളുള്ളവർ ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലരും അതിനെ ലക്ഷ്യമായി കാണുന്നത് എനിക്കിതിനൊന്നും ആവശ്യമില്ല, പോയാൽ വരിക അവിടെ കേട്ടാ മതി, സെക്കൻഡ് ഞാൻ പോകും.
ഇല്ല. കിട്ടുന്ന അവസരങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും നമ്മുടെ കുറവുകളെ ശോധന ചെയ്ത് വിഷയമാരെയൊക്കെ പുറത്തുനിന്ന് വിളിക്കുന്നത് എന്റെ വാക്കിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കാതെ പോയാൽ നിങ്ങൾക്ക് ദൈവരാജ്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യത്തിലെത്തുവാൻ അതിനായി നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ നാം ഒരുപക്ഷെ നമ്മെ ശുദ്ധീകരിച്ചാൽ നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് ശുദ്ധീകരണം പ്രാപിച്ച് യഹോവയ്ക്ക് പ്രസാദമുള്ള യാഗം കഴിക്കണം. അത് യേശു കർത്താവ് പഠിപ്പിച്ചു. നീ യാഗപീഠത്തിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നിയാൽ നീ വസ്തുവിനെ അവിടെ വെച്ചിട്ട് ആദ്യം എനിക്ക് അവനോടല്ല മറ്റാർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അവനോട് പോയി നിരന്ന ശേഷം വേണമെന്ന് ഈ യാഗം കഴിഞ്ഞ് അല്ലെങ്കിൽ കൊടുക്കുന്നത് വ്യർത്ഥമാണ്. നമ്മുടെ ഹൃദയത്തെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ഒരു ദിവസമായിരിക്കണം ഇന്നത്തെ പകൽക്കാലം. അപ്പൊ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും, അവൻ നിന്റെ മുമ്പിൽ വഴിയൊരുക്കുമെന്ന് യോഹന്നാനെ കുറിച്ച് കർത്താവ് പറയുന്നു. നമുക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ അത് യേശു കർത്താവ് പറയുന്ന ഉപമയില് ഒരു ധനവാനും ലാസറും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഈ രണ്ടുപേരുടെ മരണശേഷം ധനവാനായ മനുഷ്യൻ അബ്രഹാം പിതാവിനോട് പറയുന്നു, ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ മാവിനെ ഒന്ന് തണുപ്പിക്കാൻ എന്റെ അടുക്കലേക്ക് അയക്കണമേ എന്ന്. അത് അബ്രഹാം പിതാവ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. എനിക്കും നിനക്കും നടുവിൽ വലിയൊരു പിളർപ്പുണ്ട്. ഒരുവൻ അവിടെ നിന്ന് ഇവിടേക്കും ഇവിടെ നിന്ന് അവിടേക്കും വരുവാൻ ഒരിക്കലും സാധ്യമല്ല. പിന്നെയോ എങ്കിൽ എന്റെ ഭവനത്തിലേക്ക് ലാസറിനെ ഒന്ന് അയക്കണമേ. അതേ അബ്രഹാം പിതാവ് പറയുന്നു, അവിടെ മോശയെയും പ്രവാചകന്മാരെ ആക്കി വെച്ചിരിക്കുന്നു. അവരുടെ വാക്ക് കേൾക്കാഞ്ഞാൽ അവരിൽ ഈ യാതനാ സ്ഥലത്ത് തന്നെ വരും. നമ്മൾ യാതനാ സ്ഥലത്ത് പോകാനുള്ളവരല്ല, അബ്രഹാമിന്റെ മടുത്തിട്ടെന്നറിയപ്പെടുന്ന പർദീസയിലേക്ക് പോകാൻ ഒരുക്കപ്പെട്ടവരാണ്. ഈ ലോക ജീവിതം ക്ഷണികമാണ്. എത്ര നാൾ ഈ ലോകത്ത് നമുക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് അറിയുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു നിത്യതയുണ്ട്. ആ നിത്യമായ ആ വാസസ്ഥലം കർത്താവ് ഒരുക്കാൻ പോയിരിക്കുക. എന്റെ പേർ വിളിച്ച് ആ വാസസ്ഥലത്തിലേക്ക് വിടുവാൻ കർത്താവിന് കഴിയുമോ? ഇന്ന് പകൽക്കാലം നമ്മുടെ യാഗം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 3-ാമത് വാക്യം വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ 40-ന്റെ 3 ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. നമ്മെ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, മരുഭൂമിയിൽ ദൈവത്തിന് വഴിയൊരുക്കുവിൻ. മരുഭൂമിയിലെ ശബ്ദമായ യോഹന്നാനെ കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാനാണ് അയക്കപ്പെടുന്നത്. പഴയ നിയമത്തിൽ പല ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മോശ കനാൻ ദേശത്തെ ഉറ്റുനോക്കുവാൻ 12 ഗോത്രത്തലവന്മാരെ അയച്ചു. ആ ദേശം എങ്ങനെയുള്ളതെന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വരാനായിട്ട് പറഞ്ഞു. ഹായി പട്ടണം ഉറ്റുനോക്കുവാൻ യോശുവച്ചനെ അയച്ചു. അവർ വന്ന് പറഞ്ഞു, അവിടെ കുറച്ച് ജനമേ ഉള്ളൂ, അവർ 2000-3000 പേര് പോയാൽ മതി, എല്ലാ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തണ്ട. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ അത് അങ്ങനെ 200-3000 പോയി മുമ്പിൽ അതേ ഇസ്രായേലി 30 പേരെ അവർ കൊന്നു. യോശുവയും പറഞ്ഞു, കരഞ്ഞു, എന്താ കർത്താവേ ഇങ്ങനെ സംഭവിച്ചത്? മോശയും യോശുവയും ദൈവത്തോട് നിലവിളിക്കുക പറഞ്ഞു, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, നിന്റെ യാഗം എനിക്ക് വെറുപ്പായിരിക്കുന്നു, എഴുന്നേൽക്ക, നീ ജനത്തെ ശുദ്ധീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ പഴയ നിയമാചാരപ്രകാരം ഓരോ ഗോത്രമായി കുലമായി ചീട്ട് ആഹാന്റെ കുടുംബത്തിൽ വീണു. ആഹാനിലേക്ക് വരുമ്പോൾ അത് അവർ പരസ്യമായി ചോദിച്ചു, എന്താ നീ ഞങ്ങൾ ദൈവം നിന്നെ വലയ്ക്കെന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനത്തിൽ
ഇസ്രായേലിൽ 30 പേർ പട്ടുപോകത്തക്കവണ്ണം അനർത്ഥം വന്നതെന്തിനാ? വലിയ കൂട്ടങ്ങളെ ദൈവം തന്നെ ഏൽപ്പിച്ചിട്ട് ചെറിയ കൂട്ടത്തെ എന്താ ഇസ്രായേൽ പട്ടുപോയത്? എന്നെ ദൈവമേ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു വലിയ കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്തില്ലേ? ചെറിയതും ചെയ്യുവാൻ ദൈവം വിശ്വസ്തമാണ്. മരണകരമായ അനുഭവങ്ങൾ ദൈവത്തിന്റെ വീണ്ടെടുത്തെങ്കിൽ ഇനിയും ആവശ്യമുള്ളതെല്ലാം തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. എവിടെയോ നിന്റെ വിശ്വാസം തെറ്റിപ്പോയത്? എവിടെയോ നീ അവിശ്വസിച്ചു പോയില്ലേ? ദൈവത്തെ മറന്നു കളഞ്ഞില്ലേ? ദൈവത്തിന്റെ സന്നിധിയിൽ ശുദ്ധീകരണത്തിനായി നീ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം എഴുന്നേൽക്കും. ആഹാനെ പിടിക്കപ്പെട്ടു. ആഹാനോട് ചോദിച്ചു, എന്താ നീ ചെയ്തത്? പൊതുസഭയുടെ മേൽ പരസ്യമായി പറയാ. അപ്പൊ പറഞ്ഞു, അവിടെ ആ പട്ടണത്തെ പൂർണ്ണമായി നശിപ്പിക്കണമെന്ന് പറഞ്ഞ ഞങ്ങളെ വിട്ടത്. അവിടെ പോയപ്പോൾ ഒരു ബാബിലോണിയ മേലങ്കി കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു മോഹിച്ചു എടുത്തു. ഒരു പൊൻകട്ടിയും കൂടെ അതിന്റെ കൂടെ കൊള്ളയായി കൊണ്ടുവന്നു. അത് എവിടെ? എന്റെ കൂടാരത്തിനകത്ത് കുഴിച്ചിട്ടിരിക്കുക. ശബദാർപ്പിതമായത് ദൈവം നശിപ്പിച്ചു കളയാൻ പറഞ്ഞതിനെ അത് കൂടാരത്തിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. ഇന്ന് പകൽ നമ്മുടെ കൂടാരത്തിനകത്ത്, നമ്മുടെ ഈ മൺകൂടാരത്തിനകത്ത് ഏതൊക്കെയോ മേഖലയിൽ അത് ദൈവഹിതമില്ലാത്തത് കുഴിച്ചിട്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു സ്വർഗീയ ഓപ്പറേഷൻ നടത്തി എന്റെ കർത്താവ് അതിനെ പുറത്തു കളയുവാൻ നിങ്ങൾ അനുവദിച്ചാൽ, ഒരു അനുശേഷിക്ക് നിങ്ങൾ വിധേയപ്പെട്ടു കൊടുത്താൽ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് ഓപ്പറേഷൻ ചെയ്യുവാൻ തക്കവണ്ണം വിശ്വസ്തനായി ഇവിടെ നടന്നു വന്നിട്ടുണ്ട്. എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം ചില ഹൃദയങ്ങളെ ശോധന ചെയ്ത് ശുദ്ധീകരിച്ച് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ തക്കവണ്ണം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പലതിനെയും മാറ്റി മാറ്റി വെക്കുക, ഉടച്ചു കളയുവാൻ പറഞ്ഞത്. ഒരു അനുഭവം മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആലയത്തിൽ ഒരു ഭവനത്തിൽ ഒരു കൊച്ചുകുഞ്ഞ്, 1.5 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുഞ്ഞ് ഭയങ്കരമായ കരച്ചിൽ. സിറ്റ് ഔട്ടിൽ വന്നിരുന്ന കരയാൻ തുടങ്ങും. എടുത്ത് റൂമിനകത്ത് കൊണ്ടുപോയ കരച്ചിലില്ല. അങ്ങനെ അവിടെ ചെല്ലുമ്പോ പ്രാർത്ഥനയ്ക്കായിട്ട് പറഞ്ഞു, വാസ്തവ ഈ എന്റെ കുഞ്ഞ് സിറ്റ് ഔട്ടിൽ വന്നിരുന്നാൽ അവൻ ഇവിടെ കരയും, ഭയങ്കരമായിട്ട് നിലവിളിക്കും. ഈ ഹാളില് അവൻ കിടന്ന് ഉരുണ്ട് നിലവിളിക്കും. പക്ഷെ മുറിക്കകത്ത് കൊണ്ട് കയറിയാൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഇരിക്കുന്ന ഫോട്ടോ ഒന്ന് എടുത്ത് മാറ്റിയാൽ, ഷോക്കേസിനകത്ത് വച്ചിരിക്കുന്ന ഫോട്ടോ ഒന്ന് എടുത്ത് മാറ്റാൻ പറഞ്ഞു. അപ്പൊ അവരുടെ മുമ്പ് വിളിച്ചു. അത് ആ വീട്ടിലെ സഹോദരന്റെ മാതാവിന്റെ ഫോട്ടോയാ. ഞാൻ ചോദിച്ചു, അവരെങ്ങനെയാ മരിച്ചത്? അവർ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതാണ്. അവരുടെ ഫോട്ടോ വെച്ചത് കൊണ്ടല്ല. പിന്നെയോ, ഈ മോൻ രാവിലെ വണ്ടി ഓടാൻ പോകുമ്പോൾ ഈ അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ വന്നു നമസ്കരിച്ചിട്ട് പോകും. അപ്പൊ വഴി കിടന്ന് ഏതോ ഒരു അന്ധകാര ശക്തി ആ ഫോട്ടോയുടെ മേൽ അവകാശം പറഞ്ഞു. ഞാനന്ന് വചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ അതിന്റെ കണ്ണുകൾ ഇങ്ങനെ ആ തിളങ്ങുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ ആ വ്യാപാരത്തെ ഞാൻ ശാസിച്ചു. പക്ഷെ അവർ ഇതിനെ എല്ലാ ദിവസവും നമസ്കരിക്കുന്നത് കൊണ്ട് നമ്മൾ ശാസിച്ചാലൊന്നും പോവുകയില്ല. ഞാൻ പറഞ്ഞു, അതിനെടുത്ത് തല്ലിപ്പൊട്ടിച്ച് ദൂരെ കളഞ്ഞാൽ ഈ കുഞ്ഞ് സ്വസ്ഥമായിരിക്കുമെന്ന് പറഞ്ഞു. അടുത്ത മാസം പോയപ്പോൾ, അല്ല അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഒരു ഫോൺ കോൾ വന്നു. എന്റെ കുഞ്ഞ് രാത്രി ഉറക്കമില്ല. ഞാൻ ഫോൺ ചെയ്തപ്പോ തന്നെ ചോദിച്ചു അവിടുത്തെ സഹോദരിയോട്, ആ ഫോട്ടോ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞോ? അതിനെ എടുത്തപ്പോ നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിലെ റാക്കിന്റെ മുകളിൽ കൊണ്ട് വെച്ചിരിക്കുക. ഇപ്പൊ ഹാളിൽ പ്രശ്നമില്ല. പലരും ചോദിക്കുന്നത്, ഈ ഫോട്ടോയ്ക്കകത്ത് കുഴപ്പമുണ്ടോ? ഒരു കല്ലിനെ കൊണ്ട് വെച്ച ഒരു തുണിയും മൂടി വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ചെന്ന് വിളക്ക് തിരികെ കൊടുത്താൽ അതിന്റെ അലഞ്ഞു കിടക്കുന്ന അന്ധകാര ശക്തിയിൽ അതിന്റെ മുകളിൽ ഞാൻ ദൈവം എന്ന് പറയും. അങ്ങനെയല്ല ഇവിടുത്തെ ഈ അധികം ഉത്ഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ ഏതിനെയാണോ നിങ്ങൾ കുമ്പിടുന്നോ, ഏതിനെയാണോ നിങ്ങൾ അധികം നമസ്കരിക്കുന്നുവോ, അതാണ് നിങ്ങളുടെ വിഗ്രഹം. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അത്
ദൈവത്തെക്കാൾ അധികം നിങ്ങളുടെ മക്കളെയാണോ വാഴിച്ചിരിക്കുന്നത്? ഭർത്താവിനെയാണോ? ഭാര്യയാണോ? അതെ, നിങ്ങളുടെ നന്മ സാമ്പത്തിക മേഖലയാണോ? നിങ്ങളുടെ ഉപജീവനമാർഗങ്ങളാണോ ദൈവത്തെക്കാൾ വലുത്? അപ്പൊ ദൈവത്തെക്കാൾ വലുതായി മറ്റെന്തിനെയോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആരാധനകൾ പോലും മുടക്കി പോകുന്നത്. അപ്പൊ ആ വിഗ്രഹം ഉടയണം, എങ്കിലേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. ഞാൻ ആ സഹോദരൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമില്ല, ആ ഫോട്ടോ എടുത്ത് തല്ലിപ്പൊട്ടിച്ച് പുറത്തുകളാ, ആ കുഞ്ഞിന് സ്വസ്ഥത വരും. ഇന്ന് പകൽക്കാലം പലരുടെയും അകത്തുനിന്ന് ചിലത് വേരോടെ മറിഞ്ഞു പോകാത്തിടത്തോളം കാലം നമ്മൾ ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. കർത്താവിന്റെ വചനം മലാക്കി പ്രവാചകൻ വ്യക്തമായി പറയുന്നു, നിന്റെ യാഗം ദൈവത്തിന് പ്രസാദകരമാകണമോ? അലക്കുകാരന്റെ ചാരവെള്ളത്തിൽ തുണി അലക്കുന്നത് പോലെ നിന്നെ ശുദ്ധീകരിക്കണം. പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ, വെള്ളി ഊതി കഴിക്കുന്നത് പോലെ നിന്നെ ശുദ്ധീകരിപ്പാൻ തയ്യാറാകണം. ഇന്ന് പകൽക്കാലം ദൈവസേനയിൽ എത്ര പേർക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുണ്ട്? എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണെന്ന്. അങ്ങനെ വിധേയപ്പെട്ടു കൊടുക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മുഴയുണ്ടെന്ന് ഇരിക്കട്ടെ, അതൊന്ന് കീറി മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ആ രോഗിയെ കൊണ്ട് ഒരു സമ്മതപത്രം എഴുതിക്കും ആദ്യം. അത് മാത്രമല്ല, ബന്ധുക്കളെ കൊണ്ട് എഴുതി മാറ്റിക്കും. എന്താ കാര്യം? ഈ രോഗി തിയേറ്ററിനകത്ത് കയറി ഞങ്ങൾ പറയുന്നത് അനുസരിക്കാതെ വിധേയപ്പെടാതെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ഡോക്ടർമാരല്ല, വിനയോ ഈ രോഗിയാണ്. അതിന് നിങ്ങൾ സമാധാനം പറഞ്ഞുകൊള്ളണം. ഞങ്ങൾക്ക് അതിനകത്തൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ട് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആരൊക്കെ ഒരു സമ്മതപത്രം സമർപ്പിക്കാൻ മനസ്സുണ്ടോ, അപ്പൊ എന്നെ ഏത് നിലയിൽ ശുദ്ധീകരിക്കുവാൻ ഞാൻ വിധേയപ്പെടുവാൻ ഒരുക്കമാണ്, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറയുവാൻ എത്ര പേർ തയ്യാറാകുന്നു? അവരെയാണ് കർത്താവ് വിടുവിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്റെ കർത്താവ് കാൽവരിയിൽ തന്റെ അവസാന തുള്ളി രക്തം വരെ ഒഴുക്കിയത് ആ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. മലാക്കി പ്രവാചക പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, മലാക്കി പ്രവാചക പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അപ്പൊ നമ്മുടെ നിരപ്പിന്റെ അനുഭവം ഇല്ലാതെ ആരെങ്കിലും ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ, മാതാപിതാക്കൾ തമ്മിൽ നിരപ്പില്ലാതിരിക്കുന്നുവെങ്കിൽ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ നിരപ്പില്ലാതിരിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ഒരു നിരപ്പിന്റെ അനുഭവം വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ നിരപ്പിന്റെ ശുശ്രൂഷയാണ്. അത് വിദ്വേഷത്തിന്റെ, കോപത്തിന്റെ ശുശ്രൂഷയല്ല, നിരപ്പിന്റെ ശുശ്രൂഷയാണ്. കാരണം ഏലിയാവിന്റെ ആത്മാവോട് കൂടെ യോഹന്നാൻ സ്നാപകനെ കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ യേശുവിന് മുമ്പായി ലോകത്തിലേക്ക് അയച്ചതുപോലെ, മലാക്കി പ്രവാചക പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. ദൈവത്തിന്റെ ദൂതനും ദൈവവുമായി നിരന്തരമായ ബന്ധമുള്ളതുപോലെ സഭയുടെ അധ്യക്ഷനും ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കണമെന്ന് മലാക്കി പ്രവാചകൻ പറയുന്നു. വിശ്വാസികൾ മാത്രമല്ല, അധ്യക്ഷന്മാരിൽ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. പുരോഹിതൻ സൈന്യങ്ങളുടെ ദൂതനെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നു. എനിക്ക് മുമ്പായി തന്റെ ദൂതനെ അയച്ച മരുഭൂമിയിലും നിർജ്ജന പ്രദേശത്തും വഴിയൊരുക്കുവാൻ കർത്താവ് ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേരാണ് ആ കർത്താവിന്റെ വചനത്തിന് വിധേയപ്പെട്ട് കർത്താവ്
കർത്താവ് എന്റെ യാഗം, എന്റെ പ്രാർത്ഥന ദൈവം പ്രസാദിക്കണമേ എന്ന് പറയുവാൻ എത്ര പേർ തയ്യാറാണ്? അവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. മലാക്കി പ്രവചനം 2:17 വായിക്കാം. നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ ദൈവത്തെ മുഷിപ്പിക്കുന്ന വാക്കുകൾ, ദൈവത്തിന് ഹിതമില്ലാത്ത വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 19-20 വാക്യങ്ങൾ. അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. ദൈവത്തിന്റെ ദൂതൻ ഇസ്രായേലിന് വഴികാട്ടിയായി പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവർക്ക് മുമ്പായി നടക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ അവയ്ക്ക് മുമ്പായി ഞാൻ നല്ല ഇടയനാണ്. ഞാൻ എന്റെ ആടുകളെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ഞാൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. യേശു നമുക്ക് മുമ്പായി നടക്കുന്ന നല്ല ഇടയനാണ്. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇസ്രായേലിനെ മിസ്രയീമിന്റെ അടിമത്തിൽ ഇറക്കി വിളിച്ചിറക്കിയിട്ട് ചെങ്കടൽ വിഭാഗിക്കുവാൻ ദൈവം അവർക്ക് മുമ്പായി നടന്നു. ഇസ്രായേലിന് മുമ്പായി കർത്താവിന്റെ ദൂതൻ നടന്നു. ആ ദൂതന്റെ പ്രകാശത്തിൽ ഇസ്രായേൽ ആ അർദ്ധരാത്രി ചെങ്കട നടുവിലൂടെ നല്ല വെളിച്ചത്തിൽ നടന്നു. പക്ഷെ മിസ്രയീമിലെ രഥങ്ങളും കുതിരകളും അവരെ തകർത്ത് കളയുവാൻ വരുമ്പോൾ ആ മുമ്പിൽ നടന്ന ദൂതൻ ഇസ്രായേലിന് പിന്നിൽ നടന്നു. എവിടെയാണോ നിനക്ക് പ്രതികൂലമുള്ളത് ആ ഭാഗം കവർ ചെയ്യുവാൻ, സുരക്ഷിതമാക്കുവാൻ എന്റെ കർത്താവ് ഒരു ദൂതനെ പോലെ നമ്മോട് കൂടെ ഉണ്ട്. അതാണ് ഒരു ദൈവത്തിന്റെ പ്രത്യേകത. 2-ാം സംഗീതത്തിൽ ദാവീദ് പറയുന്നു, യഹോവ പരിചയം എന്റെ തല. നമ്മുടെ തല ഉയർന്നിരിക്കുന്ന ദൈവം നമ്മെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്, അല്ല നമ്മുടെ ക്വാളിറ്റി കൊണ്ടല്ല. അതെ, നിൽക്കുന്നു എന്ന് തോന്നുന്നു, വീഴാതിരിക്കാൻ നോക്കട്ടെ. കർത്താവ് നമുക്ക് ചുറ്റും പരിചയമായത് കൊണ്ടാണ് നമുക്ക് തല ഉയർത്തി നിൽക്കാനായിട്ട് ദൈവം കൃപ നൽകുന്നത്. അങ്ങനെ മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി. ഇവിടെ കർത്താവിന്റെ ദൂതൻ ഇസ്രായേലിന് മുമ്പേ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ പുറകിൽ പ്രതിസന്ധി വന്നപ്പോൾ കർത്താവിന്റെ ദൂതൻ പിന്നാലെ വന്നു. അടുത്ത ഭാഗം വായിക്കാം. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിന്നിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു. ഉയർത്തി വന്ന ദൈവത്തെ നന്ദി പറഞ്ഞേ. എത്രയോ സാഹചര്യം നിന്നെ തകർത്ത് കളയാൻ ശത്രു വെല്ലുവിളിച്ചപ്പോൾ, ശത്രു നിന്റെ അടുക്കലത്തിൽ നിന്നെ തകർത്ത് കളയാതിരിക്കുവാൻ എന്റെ കർത്താവ് നടുവിൽ നിൽക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചുയർത്ത് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുക. തകർത്ത് കളയാൻ ശത്രു പലപ്പോഴും വെല്ലുവിളിച്ചപ്പോൾ യേശു കർത്താവ് പത്രോസിനെ കുറിച്ച് പറയുന്നത്, പത്രോസെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പിശാച് നിന്നെ പാറ്റുവാനുള്ള അനുവാദം ചോദിച്ചതാ, നിന്റെ വിശ്വാസം പോകാതിരിക്കും ഞാൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. എന്നെയും നിങ്ങളെയും ശത്രു പലതവണ ദൃഷ്ടി വെച്ചതാ. പക്ഷെ കർത്താവ് എന്റെ നടുവിൽ നിന്ന്, ശത്രുവിന്റെയും എന്റെയും നടുവിൽ നിന്ന് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തത് കൊണ്ട് എന്റെ ജീവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധിയിലും തകർന്നു പോകാതെ നിന്നത് എന്റെ യോഗ്യത കൊണ്ടല്ല, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചത് കൊണ്ടാണ്. ഇവിടെ കർത്താവിന്റെ ദൂതൻ ശത്രു സൈന്യത്തിന്റെയും ഇസ്രായേലിന്റെയും നടുവിൽ നിന്നു ദൈവത്തെ സേവിക്കുന്ന തന്റെ ജനത്തിന് വെളിച്ചവും ശത്രു സൈന്യത്തിന് ഇരുട്ടുമായിരുന്നു. നീ എവിടെയെങ്കിലും ഇരുട്ട് തപ്പുന്നുണ്ടോ? കർത്താവ് നിന്റെ വെളിച്ചമായ സ്ഥാനത്ത് നിന്ന് മാറിപ്പോയി. യോഹന്നാൻ 1:4 പറയുന്നു, അവന് ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇരുളോ അതിനെ
പിടിച്ചടക്കി, ലോകത്തിന്റെ സകല വെളിച്ചത്തെയും പിടിച്ചടക്കിയപ്പോൾ യേശു ആകുന്ന ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന യേശുവിന്റെ തേജസ്സിനെ മങ്ങിക്കുവാൻ ഉലകത്തിലെ ഒരു ശക്തിയെ ദൈവം അനുവദിക്കയില്ല. ഈ പകൽക്കാലം എത്ര പേർക്ക് നമുക്ക് അടുത്തു വരാൻ കഴിയും? കർത്താവ് നമ്മുടെ ശത്രുക്കളെ നമ്മെ വിടുവിക്കുവാൻ, നമ്മെ തകർക്കുവാൻ നിൽക്കുന്ന, അതെ, നമ്മെ ഉന്മൂലനാശം ചെയ്യുവാൻ നിൽക്കുന്ന പ്രതിസന്ധിയിൽ നമ്മെ തകർത്ത് കളയാതിരിക്കുവാൻ എന്റെ കർത്താവ് മധ്യേ നിൽക്കുക. അതാണ് നമ്മുടെ ബലം. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ശത്രു വീഴുവാൻ തക്കവണ്ണം നമ്മെ തള്ളിയെങ്കിലും ദൈവം നമ്മെ താങ്ങുകയാൽ നമ്മൾ നിവർന്നു നിൽക്കും. നമുക്ക് നിവർന്നു നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയത്രയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മർക്കോസ് വിശേഷം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. മർക്കോസ് വിശേഷം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്ക്. എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു. യോഹന്നാനെ ദൈവം അയച്ചത് യെശയ്യാ പ്രവചനത്തിന്റെ നിവർത്തിയാണ്. ഇന്നലകളിൽ നമ്മോട് ദൈവം പറഞ്ഞ, അഭിഷക്തന്മാരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം ജീവൻ പ്രാപിക്കണം. അതിന് തടസ്സമായി എന്തുണ്ടെന്ന് നാം സ്വയം ശോധന ചെയ്ത കർത്താവിന്റെ സന്നിധിയിൽ ഒരു തുറന്ന പുസ്തകത്തെ പോലെ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നമ്മെ ശുദ്ധീകരിപ്പാൻ ശക്തനാണ്. അപ്പോസ്തലരുടെ പുസ്തകം 12-ാം അധ്യായം 8 മുതൽ 1-2 വാക്യങ്ങൾ. അപ്പോസ്തലരുടെ പുസ്തകം 12-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ദൂതൻ അവനോട്, അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ഇന്ന് പകല് തടവറയിൽ കിടക്കുന്ന പത്രോസിനെ പിറ്റേ പ്രഭാതത്തിൽ ഹേരോദാവ് ശിരസ്സ് അറുത്ത് കൊല്ലുവാൻ കാത്തിരിക്കുമ്പോൾ, ആരാച്ചാലുകൾ പ്രഭാതത്തിൽ വന്ന് പത്രോസിനെ കൊല്ലുവാനുള്ള എല്ലാ ക്രമീകരണം ചെയ്തിരിക്കുമ്പോൾ, പത്രോസ് അർദ്ധരാത്രിയില് ആ കാരാഗൃഹത്തിൽ സുഖമായി ഉറങ്ങി. കർത്താവിന്റെ ദൂതൻ കാരാഗൃഹത്തിനകത്ത് ഇറങ്ങിച്ചെന്ന് അവനെ ഒന്ന് തട്ടിയപ്പോൾ അവന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു എന്റെ ശിരസിനെ എന്റെ അപ്പനൊന്ന് തൊടണമെന്ന്? കർത്താവൊന്ന് തൊട്ടാൽ നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. നിന്റെ നന്മയ്ക്കെതിരെ നിന്നെ മുന്നോട്ട് വിടുകയില്ല എന്ന് വാദിച്ചോ ശത്രു കെട്ടിയ ചില കെട്ടുണ്ടല്ലോ, അയൽക്കാർ കെട്ടിയ കെട്ടുണ്ടല്ലോ, മനുഷ്യർ കെട്ടിയ കെട്ടുണ്ടല്ലോ, വാക്കുകൊണ്ടോ ആവിചാരം കൊണ്ട് കെട്ടിയ ആ കെട്ടുകളെ അഴിക്കുവാൻ ഇന്ന് പകല് യേശു ഒന്ന് തൊട്ടാൽ മതി. യേശു പത്രോസിനെ തൊടുമ്പോൾ അതേപോലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവൻ സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിൽ ഈ പകൽക്കാലം കർത്താവിന്റെ സ്പർശനത്തിനായി ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് പത്രോസിനെ കർത്താവ് തൊടുമ്പോൾ അവന്റെ ചങ്ങലകൾ അഴിഞ്ഞവൻ സ്വതന്ത്രം പ്രാപിച്ചു. കർത്താവിനോട് പറയുന്നു, നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക. സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ നടക്കുവാൻ കർത്താവിന്റെ പിന്നാലെ നമ്മൾ പോകണം. 32-ാം സങ്കീർത്തനം 8-ാം വാക്യം പറയുന്നത് എന്താ? 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ദൈവത്തിന്റെ വഴി പറഞ്ഞു തരുന്ന വഴിയിൽ കൂടെ നടക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ വഴി ദൈവത്തിന് പ്രസാദകരമാണോ? നാം നടക്കുന്ന വഴിയിൽ നന്മ വരുമോ? നമുക്ക് ദൈവരാജ്യത്തിലെത്താൻ കഴിയുമോ ഇങ്ങനെ നടന്നാൽ?
കർത്താവിൻ യെശയ്യാവ് പറയുന്നു, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോ പുറകുന്നൊരു ശബ്ദം കേൾക്കും, ഇതാകുന്ന വഴി ഇതിലെ നടന്നുകൊണ്ട്. ചങ്ങലകൾ സ്വതന്ത്രമായ പത്രോസിനോട് കർത്താവ് പറയുക, നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക. ഇപ്പോൾ നീ ധരിച്ചിരിക്കുന്നത് കാരാഗ്രഹ വസ്ത്രമാണ്. കാരാഗ്രഹ വസ്ത്രം ധരിച്ച് പുറത്തു പോകാൻ പാടില്ല. ഇന്ന് പകൽ ശുദ്ധീകരണം കൂടിയേ തീരൂ. ആ ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് മാത്രമേ ആ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മലാക്കി പ്രവാചകൻ പറയുന്നത്, അലക്കുകാരന്റെ ചാരവെള്ളം കൊണ്ട് തുണി ശുദ്ധീകരിക്കുന്നത് പോലെ, പൊന്നും വെള്ളിയും ശുദ്ധീകരിക്കുന്നത് പോലെ ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. ആ ശുദ്ധീകരണത്തിനായി നമ്മൾ വിധേയപ്പെട്ടു കൊടുത്തേ മതിയാവൂ. എങ്കിലേ ശുദ്ധീകരണം സംഭവിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ യാഗം ദൈവത്തിന് പ്രസാദകരമായി തീരുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയില്ല എങ്കിൽ പിന്നെ നമ്മൾ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ചിലരുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പകൽക്കാലം മറുപടി വരും. ഹൃദയത്തും വലത്തോട്ടും നോക്കാതെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ തയ്യാറായ, കർത്താവിന് സ്തോത്രം പറയുവാൻ തയ്യാറായ, ഇവിടെ പത്രോസിനോട് പറയുന്നു, നീ സ്വതന്ത്രമായല്ലോ. ഒരിക്കൽ യേശു കർത്താവിന്റെ അടുക്കൽ വന്ന ഒരു പാപിനിയായ സ്ത്രീയെ ജനം കല്ലെറിയാൻ വരുമ്പോൾ കർത്താവ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ. ഓരോരുത്തരായി പുറകോട്ട് പോയപ്പോൾ കർത്താവ് ആ സ്ത്രീയോട് ചോദിച്ചു, ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലേ? ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, പക്ഷെ ഇനി പാപം ചെയ്യും. ഇന്നലെ വരെ ചെയ്ത് ക്ഷമിക്കപ്പെട്ടു, പക്ഷെ ഇനി പാപം ചെയ്യരുത്. നമ്മളെ പാപം ചെയ്യുവാനല്ല കർത്താവ് വിളിച്ചത്. കർത്താവിനോട് ചേർന്ന് നടക്കുക, കർത്താവിന്റെ പുറകെ നടക്കുക, കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുക. ദൈവത്തിന്റെ വചനം എന്റെ കാലിന് ദീപമായി, എന്റെ പാതയ്ക്ക് പ്രകാശമായി എന്നെ നടത്തുവാൻ ആ കർത്താവ് എന്നോടൊപ്പമുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആ കർത്താവിനെ തിരിച്ചറിയാൻ കഴിയുന്നു? എന്റെ വിഷയങ്ങളെ പങ്കുവിടുക, എന്റെ ഭാരങ്ങളെ ഒന്ന് ഇറക്കി വയ്ക്കുക. ഒരാത്താണിയായി, ആശ്വാസദായകനായി എന്റെ കർത്താവ് എന്റെ അടുക്കലുണ്ട്. അതാണ് ഒരു ദൈവത്തിന്റെ പ്രത്യാശ. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവസനി വരുമ്പോൾ ഒരാശ്വാസം. കർത്താവിന്റെ വചനത്തിൽ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ശുദ്ധീകരണത്തിനായി കേൾക്കുന്ന വചനത്തിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട ആ നല്ല നിലത്തിൽ വീണവിത്ത് പോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ആശ്വാസം പേറിക്കൊണ്ട് മടങ്ങുവാൻ നമുക്ക് കഴിയും. പത്രോസ് കർത്താവിന്റെ പുറകെ പോകുമ്പോൾ, അടുത്ത ഭാഗം കൂടെ വായിക്കാം. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ദർശനം കാണുന്നത് പോലെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഇന്നലകൾ ദൈവം ചെയ്ത ചില കാര്യങ്ങളെ ഓർത്താൽ ഇന്ന് അത്ഭുതമല്ലേ? ഒന്നുമില്ലായ്മയും സകലത്തെ ചെയ്ത ദൈവമല്ലേ നമ്മുടെ ദൈവം? സ്വപ്നം കാണുന്നത് പോലെ ഇന്നലകൾ ദൈവം നമ്മൾ നടത്തിയത് നമുക്ക് ഓർക്കാൻ കഴിയും. അതെപ്പോഴാണ് ഓർക്കാൻ കഴിയുന്നത്? കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ പുറകെ പോകുമ്പോൾ. പത്രോസ് കർത്താവിന്റെ പുറകെ പോയി. അടുത്ത ഭാഗം. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു. കാലഗ്രഹത്തിൽ 3 ഗേറ്റുണ്ടെന്ന് അവിടെ വചനം നമ്മെ പഠിപ്പിക്കും. ഒന്നാമത്തെ കാരാഗ്രഹവാതിൽ കർത്താവിന്റെ ദൂതന്റെ പുറകെ പോയ പത്രോസിന് തടസ്സമായില്ല. രണ്ടാമത്തെ കാരാഗ്രഹവാതിലും പത്രോസിന് തടസ്സമായില്ല. ഇന്ന് അനേക ദൈവമക്കളുടെ നന്മയെ ശത്രു വെട്ടുകല്ലുകൊണ്ട് കെട്ടിയടച്ചതുപോലെ അടയ്ക്കപ്പെട്ടിരിക്കുക. ഇന്ന് കേട്ട ദൈവവചനത്തിന്റെ മുമ്പിൽ ആരൊക്കെ ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തോ, സമർപ്പിച്ചു കൊടുത്തോ, കർത്താവിന്റെ പുറകെ പോകാൻ തയ്യാറായാൽ നീ വീട്ടിലെത്തുന്നതിന് മുമ്പേ നിന്റെ തടസ്സങ്ങളെ മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. അസാധ്യമെന്ന്
ഏത് കാര്യത്തെയും സാധ്യമാക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. നമുക്ക് കർത്താവിന്റെ പുറകെ പോകാൻ മനസ്സുണ്ടോ? കർത്താവിനെ അനുഗമിക്കുവാൻ മനസ്സുണ്ടോ? കാരാഗൃഹത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വാതിൽ അതെ പത്രോസിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. എന്നാൽ അടുത്ത ഭാഗം വായിക്കാം. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി അത് അവർക്ക് സ്വതവേ രണ്ടു വാതിൽ നിനക്ക് വേണ്ടി ദൈവം തുറന്നാൽ മൂന്നാമത് സ്വതവേ തുറക്കും. ഇന്നലകൾ ദൈവം നമ്മുടെ അത്ഭുതങ്ങളെ ചെയ്തെങ്കിൽ അടുത്തത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം തുറന്നിരിക്കും. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. പക്ഷെ ദൈവമാണ് കഴിഞ്ഞ രണ്ടു വാതിൽ എനിക്ക് വേണ്ടി തുറന്നെന്നുള്ള ബോധം ഉണ്ടാകും. എങ്കിലേ മൂന്നാമത് തുറക്കപ്പെടുകയുള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും ദൈവശക്തനാണ്. നമുക്ക് വേണ്ടി ഒരു ദൂതനെ കർത്താവ് അയച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും രക്ഷിക്കപ്പെട്ടവരുടെ സേവകാത്മാക്കളായ ദൂതന്മാരെ ദൈവം തന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ ദൂതൻ നമ്മുടെ അടുക്കൽ വന്നാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ വിശ്വസ്തനാണ്. ഇസ്രായേലിന്റെ മുമ്പിൽ നടന്ന ദൂതൻ പുറകിൽ പ്രതിസന്ധി വന്നപ്പോൾ മുമ്പിൽ നിന്ന് ആ ദൂതൻ പുറകിലേക്ക് വന്നു. ഇസ്രായേലും മിസ്രൈലും തമ്മിൽ അടുക്കാതെ വേണം അവിടെ നടുവിൽ നിന്നെങ്കിൽ നമ്മുടെ തലമുറകളെ തകർത്ത് കളയുവാൻ ശത്രു പലതവണ കെടിവെച്ചതല്ലേ? നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുവാൻ പലപ്പോഴും ശത്രു കെടിവെച്ചതല്ലേ? പക്ഷെ എന്തുകൊണ്ട് തളർന്നു പോയില്ല? ആ ദൈവത്തിന്റെ കരുതലാണ്. നമുക്ക് ചുറ്റും പരിചയായിരിക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി എഴുന്നേൽപ്പാനിടയും. 68 സംഘത്തിൽ 1-ാം വാക്യം പറയുന്നു, യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. നമ്മൾ ശത്രുവിനെ ഭയപ്പെടേണ്ട. ശത്രു എത്ര വലിയവനാണെങ്കിലും ദൈവത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ മതി. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. കർത്താവിന്റെ സാന്നിധ്യം എപ്പോൾ നിയമപ്പെട്ട് അതേ സമാഗമനങ്ങൾ ഉയരുന്നുവോ അപ്പോൾ ജനം ഒരുങ്ങിക്കൊള്ളുന്ന യാത്ര പുറപ്പെടാൻ. ആ ശേഖേന മുമ്പിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ജനം അതിന്റെ ആ നിഴലിന്റെ കീഴിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് പകല് നമ്മെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ആ കർത്താവിന് നമ്മൾ അതേ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം. 100% വിശ്വസിക്കാൻ കഴിയുന്ന ഏക വ്യക്തിത്വം യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനുഷ്യനെ വിശ്വസിച്ച് അതേ പതറിപ്പോയെങ്കിൽ, പാസ്റ്റർമാരെ വിശ്വസിച്ച് തളർന്നു പോയെങ്കിൽ ഇല്ല, ഇന്ന് പകൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു യേശു കർത്താവുണ്ട്. അവൻ തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി. എന്നെ വിടുവിപ്പാൻ, പത്രോസിനെ വിടുവിപ്പാൻ കാരാഗൃഹത്തിനകത്ത് ഇറങ്ങി വന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ സന്നിധി വന്നിട്ടുണ്ട്. ആ കർത്താവ് വാഗ്ദത്തം പറഞ്ഞതാണ്, 2-3 പേർ ഒരു മനസ്സോടെ എന്റെ നാമത്തിൽ കൂടി വന്ന് അവിടെ നടുവിലുണ്ടെന്ന്. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാമോ? നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാമോ? ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കാം. ലോകത്തിന്റെ ചിന്തകളെല്ലാം വിടാം, ഭൗതിക ആവശ്യങ്ങളെല്ലാം വിടാം. ഒരൊറ്റ ചിന്ത മാത്രം, കർത്താവിനെ ശുദ്ധീകരിക്കണമേ, കർത്താവിനെ നന്നായി കഴുകണം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആ ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിക്കും. ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തികളെ നോക്കണം, സ്വർഗത്തിലേക്ക് നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. നമ്മുടെ മുഖം സന്തോഷം ആകട്ടെ, പ്രസന്നമാകട്ടെ, നമ്മുടെ നിരാശകൾ മാറിപ്പോകട്ടെ. നാളെയെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ കർത്താവിന്റെ വാക്ക് കേട്ട് കർത്താവിന്റെ പുറകെ പോയാൽ തടവറയൊന്നും നിനക്ക് വിഷയമേ അല്ല. നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ തലമുറയുടെ നന്മയ്ക്കെതിരെ ശത്രു കെട്ടിവെച്ച സകല ഇരുമ്പ് ഗേറ്റുകളെ തകർക്ക് മുന്നേറുവാൻ തക്കവണ്ണം
കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യുന്നു. ഓ, വളഞ്ഞത് ചൊവ്വാക്കുന്ന ദൈവം, ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൈവം ഈ പകൽക്കാലം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ നടുവിലുണ്ട്. താഴ്വരയിൽ ഇറങ്ങി വന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ അടുക്കൽ നിൽപ്പുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ മാറ്റുവാൻ, വേദനകളെ മാറ്റുവാൻ, നിരാശകളെ മാറ്റുവാൻ, പ്രതിസന്ധികളെ മാറ്റുവാൻ. ഓ ഹല്ലേലൂയ! ആ കർത്താവ് ഇന്നലകളിൽ നമ്മെ ശുദ്ധീകരിക്കുവാൻ, വചനം കൊണ്ട് ശുദ്ധീകരിക്കുവാൻ ഇറങ്ങി വന്നെങ്കിൽ അലക്കുകാരന്റെ ചാരവെള്ളം പോലെ, ഓ ഹല്ലേലൂയ, തീയിൽ ഊതിക്കഴിക്കുന്ന തീ പോലെ എന്നെ ശുദ്ധീകരിപ്പാൻ, ഓ എന്റെ ജീവിതത്തിൽ കഷ്ടതകളിലൂടെ ശോധനകളെ കടന്നുപോയെങ്കിൽ എന്നും കഷ്ടതയല്ല, ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് ഈ പറഞ്ഞ എത്ര പേർക്ക് പറയാൻ കഴിയും? ഓ ഹല്ലേലൂയ! 1 2 കാരാഗ്രഹ വാതിലുകൾ പത്രോസിന് മുമ്പിൽ തുറന്നത് പത്രോസിന്റെ ക്വാളിറ്റി കൊണ്ടല്ല, പത്രോസിന് മുമ്പിൽ നടക്കുന്ന കർത്താവിനെ കണ്ടിട്ട്, ആ കർത്താവിനെ കാണുമ്പോൾ ആ കാരാഗ്രഹ വാതിലുകൾ തുറന്നതുപോലെ, ഓ പട്ടണത്തിലേക്കുള്ള ഇരുമ്പവാതിൽ നിനക്കൊരു വിശാലത വരുവാൻ ആ ഇരുമ്പവാതിൽ സ്വതവേ തുറക്കുകയാ. ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ സാന്നിധ്യം ആരോടൊക്കെയോ ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. നിനക്ക് തടസ്സമായിരുന്ന ചില ഇടർച്ചകളെ മാറ്റി മുന്നിലേക്ക് നയിക്കുക. ഓ ഹല്ലേലൂയ! കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ചില തടസ്സങ്ങളെ എന്റെ കർത്താവ് ഇന്ന് വാക്കാതെ എടുത്തു മാറ്റി ജയവാണികളായി മുന്നിലേക്ക് നടത്തുക. എന്റെ ദൈവം സർവശക്തനത്രേ. ആ കർത്താവിന്റെ കരം ഈ പകൽക്കാലം നമുക്കായി വെളിപ്പെട്ട് നിൽക്കുക. ദൈവത്തിന് അസാധ്യമെന്നൊരു പദമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. യേശുണ്ട് മാറച്ചേരുമാവനെ ചിറകടി ഹൃദയത്തിന്റെ ഭാരം നീടാതിനെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. മാറം നീടാതിനെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാനാലയാനിട. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാനാലയാനിട. വഴികളിൽ അവനെന്നെ പിരികളില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിടുന്നു. വഴികളിൽ അവനെന്നെ പിരികളില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിടുന്നു. മറവിടമാ എനിക്ക് യേശുണ്ട്, മറച്ചിടുമവനെന്നെ ചിറകടിയിൽ. മറന്നിടാതിരിടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. ആമേൻ. മറന്നിടാതിരിടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. ഒരു പാട്ടിലൂടെ പാടി ഇമ്പമായി